ചങ്ങനാശ്ശേരിയിലെ വിർച്വൽ അറസ്റ്റ് തട്ടിപ്പ് തടയാൻ കഴിഞ്ഞത് പോലീസിന്റെയും ബാങ്ക് അധികൃതരുടെയും അവസരോചിതമായ ഇടപെടൽ മൂലമാണ്. ചങ്ങനാശ്ശേരി SBI മെയിൻ ബ്രാഞ്ചിലെ ഡെപ്യൂട്ടി മാനേജർ നമ്മളോടൊപ്പം ചേരുകയാണ്. മുഴുവൻ പേരെങ്ങനെയാണ്? മീന ബാബു. ഇന്നലെ ഈ തട്ടിപ്പ് തടയുന്നതിൽ ബാങ്കിന്റെ ഒരു ഇടപെടൽ നിർണായകമായെന്ന് പോലീസ് പറഞ്ഞു. അങ്ങനെ ഒരു സംശയം തോന്നാനും അത് പോലീസിൽ അറിയിക്കാനും ഒക്കെ തോന്നിയത് എന്തുകൊണ്ടാണ്? സംശയം തോന്നാൻ ആദ്യം ഇങ്ങനെ ഒരു ട്രാൻസ്ഫറിന് വന്നപ്പോൾ ഇത് സാറുമായിട്ട് റിലേറ്റഡ് ആണോ എന്ന് ചോദിച്ചു. ഇയാൾ ക്രെഡിറ്റ് പോകുന്ന അക്കൗണ്ട് ഹോൾഡർ സാറിൻ്റെ. അപ്പോൾ പുള്ളി അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പുള്ളിയോട് ഞങ്ങൾ ആവർത്തിച്ച് ചോദിച്ചതിന് ശേഷം ഇതുപോലെയൊക്കെ സൈബർ തട്ടിപ്പും ഡിജിറ്റൽ അറസ്റ്റും ഒക്കെ നടക്കുന്ന സമയമാണ്, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തു പുള്ളിയുടെ റിക്വസ്റ്റ് വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു മോണിറ്ററിങ് സെല്ലുണ്ട്, അവിടെ നിന്ന് ഞങ്ങൾക്ക് കോൾ വന്നു, ഈ രണ്ട് അക്കൗണ്ടിലെയും ട്രാൻസാക്ഷൻസ് തമ്മിൽ ഒരു ഇൻഡ്യൂ അല്ല എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് വെരിഫൈ ചെയ്യണം, കസ്റ്റമറെ അവർ കോൺടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് കിട്ടിയില്ല, പാർട്ടി കോൺടാക്ട് ചെയ്യാൻ വേണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ക്രെഡിറ്റ് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് നോക്കിയപ്പോഴും ഞങ്ങൾക്കും ഒരു ഡൗട്ട്ഫുള്ളായിട്ട് തോന്നി. പിന്നെ പുള്ളി വർക്ക് ചെയ്യുന്ന പ്ലേസിൽ പോയി, അപ്പോൾ അവിടെ കിട്ടിയില്ല. പുള്ളിയുടെ വീട്ടിൽ പോയി സംസാരിച്ചപ്പോഴും പുള്ളി സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ക്രെഡിറ്റ് പോയ ആളുടെ പേര് ചോദിച്ചപ്പോഴും ആൾക്ക് ഫ്രണ്ടാണെങ്കിൽ വ്യക്തമായി പറയണ്ടേ, അപ്പോൾ പുള്ളി ഫോണൊക്കെ നോക്കിയിട്ടാണ് പറഞ്ഞത്. ആ സമയം തന്നെ തട്ടിപ്പുകാരെ പുള്ളി വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കാം, അവർ ഹിന്ദിയിലാണ് സംസാരിച്ചിരുന്നത്. ഇത് എൻ്റെ പേഴ്സണൽ ഫണ്ടാണ്, കുഴപ്പമൊന്നുമില്ല, അവരോട് പൊയ്ക്കോളാൻ പറയുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം ഒരു നല്ലപോലെ ഉറപ്പായി. അപ്പോൾ തന്നെ ഞങ്ങൾ പുള്ളിക്കാരനോട് പറഞ്ഞു, സാർ ഇത് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ സൈബർ സെല്ലിൽ റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്തു. ഇവിടുന്ന് പോകുന്നതിന് മുന്നേ തന്നെ ഫണ്ട് ഞങ്ങൾ ഹോൾഡ് ചെയ്യുകയും ചെയ്തായിരുന്നു. അതുകൊണ്ട് പിന്നെ അവർക്ക് വേറെ ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണ് അപ്പോൾ പോലീസിനെ അറിയിക്കുകയും പോലീസ് ഓൺ ടൈം വന്ന് അവരുടെ കാര്യങ്ങൾ ചെയ്ത് ക്ലിയർ ആക്കുകയാണ് ചെയ്തത്. വേറെ പാനിക്കായിട്ടൊക്കെയാണോ അദ്ദേഹം ബാങ്കിൽ വന്ന് ഇടപെട്ടതൊക്കെ? വളരെയധികം പാനിക്കാന്ന് പറയാൻ നമ്മുടെ റെഗുലറായിട്ട് വരുന്നൊരു കസ്റ്റമർ അല്ല. എന്നാലും നമ്മൾ ചോദിച്ചപ്പോൾ പുള്ളി ഫ്രണ്ടിന് അയക്കാനാണെന്ന് മാത്രമേ നമ്മളോട് പറയുന്നുണ്ടായിരുന്നുള്ളൂ, വേറെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ നിരന്തരമായ തട്ടിപ്പ് വരുന്നത് തടയാൻ എന്താണ് പൊതുജനങ്ങളോട് ബാങ്കിന്റെ ഭാഗത്തു നിന്ന് നിർദ്ദേശിക്കാനുള്ളത്? ഇതുപോലെയുള്ള ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒത്തിരി ന്യൂസൊക്കെ വരുമ്പം ആളുകൾക്ക് അറിയാമല്ലോ, ഇങ്ങനെയുള്ളത് വരുമ്പോൾ നമ്മൾക്കൊരു ഇൻസിഡൻറ്റ് വരുമ്പോഴും നമ്മൾ അതിനെ അനലൈസ് ചെയ്യുക. പിന്നെ എപ്പോഴും എന്ത് കാര്യം ഉണ്ടെങ്കിലും ബാങ്കിൽ ഡയറക്റ്റ് ബന്ധപ്പെടുക. നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ ബാങ്കിനെ മറച്ചു വയ്ക്കാതെ, ഇപ്പോൾ പുള്ളി ഇന്നതാണ് ഞാനിങ്ങനെ ചോദിച്ച സമയത്തും അത് പുള്ളി മറച്ചു വയ്ക്കാതെ പറഞ്ഞിരുന്നെങ്കിൽ 1 രൂപ പോലും നഷ്ടപ്പെടത്തില്ലായിരുന്നു പുള്ളിക്ക്. അപ്പോൾ ബാങ്കിനോടത് ഓപ്പണായിട്ട് പറയുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരവരുടെ ബാങ്കിനെ കോൺടാക്ട് ചെയ്യുകയും ചെയ്യുക. എന്തായാലും ബാങ്കിന്റെ അവസരോചിതമായ ഇടപെടൽ ഈ തട്ടിപ്പ് തടയുന്നതിൽ നിർണായകമായെന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാങ്ക് ഉദ്യോഗസ്ഥർ പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ തടയുന്നതിന് ഈ ഉപഭോക്താവിന്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ സഹകരണമാണ് ഏറ്റവും വേണ്ടത്. അത് ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫേക്ക് ട്രാൻസാക്ഷന്റെ ഇടപെടൽ ഉണ്ടാകുകയാണെങ്കിൽ അത് ബാങ്ക് അധികൃതരെ അറിയിക്കണമെന്നാണ് ബാങ്ക് വ്യക്തമാക്കുന്നത്. ടിബിൻ ഡൊമിനിക്കിനോടൊപ്പം ചങ്ങനാശ്ശേരിയിൽ നിന്നും ജോസി ബാബു, മീഡിയ.